അപ്പോൾ ഹാപ്പിനെസ് അവേഴ്സിൽ ഇന്നത്തെ അതിഥി ഒരു കുഞ്ഞു ഗായികയാണ്. കുഞ്ഞെന്ന് വെച്ചാൽ പൊക്കം കൊണ്ടും കുഞ്ഞാണ്, അല്ലാതെയും കുഞ്ഞാണ്, ഒക്കെയാണ്. ആള് ശ്രീമയി സജിത്ത്, 8ാം ക്ലാസ്സുകാരി. ഇവിടെ ഷാർജയിൽ സ്കൂളിൽ പഠിക്കുന്നു. നാട്ടിൽ പാലക്കാടുകാരി. ഇത്ര വിശേഷം ഞാൻ ചോദിച്ചായിരുന്നുള്ളൂ ആദ്യം. ബാക്കി വിശേഷങ്ങളൊക്കെ പറഞ്ഞോ? വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ അച്ഛനും അമ്മയും ഞാനും. പിന്നെ ഹോബീസായിട്ട് ഞാൻ വായിക്കും, പിന്നെ ഡാൻസ് കളിക്കും, ഞാൻ ചിലപ്പോൾ ടിക്ടോക്കുകളൊക്കെ ചെയ്യാറുണ്ട്. ആഹാ, അപ്പൊ അങ്ങനെയുണ്ട്. സോഷ്യൽ മീഡിയയിലും താരമാണ്. വായിക്കുന്നു പറഞ്ഞല്ലോ. എത്തരത്തിലുള്ള ബുക്കാണ് ഇഷ്ടം? മിസ്റ്ററി അല്ലെങ്കിൽ മോർ ഫാൻറ്റസി, പിന്നെ സുധാമൂർത്തിയുടെ ബുക്സ്, അങ്ങനത്തെ ഒക്കെ വായിക്കാറുണ്ട്. അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരനാരാ? സുധാമൂർത്തി. ആഹാ, എന്തുകൊണ്ടാ ഇഷ്ടപ്പെടാൻ കാരണം? ആ ഒരു ബുക്ക് ജനറൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ. അപ്പോൾ ഈ ഹോബീസ് ജീവിതത്തിൽ പകർത്തണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നത് ഏതാണ്? പാട്ട് മാത്രമാണോ അതോ? പാട്ടും ഡാൻസും. എഴുത്തൊന്നും താല്പര്യമില്ല? അതെന്താ? ഏത് സബ്ജക്റ്റ് ഏറ്റവും ഇഷ്ടം? സയൻസ്. അപ്പോൾ ഭാവിയിൽ സയന്റിസ്റ്റ്, ഡോക്ടർ, എഞ്ചിനീയർ? ഓക്കെ. സ്റ്റെതസ്കോപ്പ് കയ്യിലെടുത്തേ അടങ്ങും. എൻ്റെ ചേട്ടൻ്റെ മോളുണ്ട്, മോളുടെ അതേ പ്രായമാണ്. അപ്പോൾ ആളുടെയും ഏറ്റവും വലിയ ആഗ്രഹം സയൻസ് ഗ്രൂപ്പ് എടുത്ത് ഡോക്ടറാണ്. ആൾ ഡാൻസ് ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ കുച്ചിപ്പുടി, ഭരതനാട്യവും മോഹിനിയാട്ടവും കഴിഞ്ഞ് കുച്ചിപ്പുടിയിലേക്ക് കടന്നു. അപ്പോൾ ഞാനതാ ചോദിച്ചു, 8ാം ക്ലാസ്സിലാണെന്ന് ചോദിച്ചത്. കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് ആളെ വിളിക്കുന്നത്, വീട്ടിൽ വിളിക്കുന്നത് എന്താ? മാളു. ആളെ വിളിക്കുന്നത് കുഞ്ഞാറ്റെന്നാ. അപ്പോൾ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഈ പകല് ഏറ്റവും മനോഹരമായ ഒരു ഗാനം കൊടുത്തു തുടങ്ങിയാലോ? ഏത് പാട്ടാ? ആദ്യം ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ഒരു 4 വരിയുടെ ഒരു പാട്ടുണ്ട്. കരോക്കെ ഒന്നും ഇല്ലാണ്ട് 4 വരി ക്രിസ്മസ് പാട്ട്. അതാണ്, ക്രിസ്മസ് ആയതുകൊണ്ട് പ്രേക്ഷകർക്ക് ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി ശ്രീമയിയുടെ വക ഒരു കുഞ്ഞു ക്രിസ്മസ് പാട്ട്. ഓക്കെ. പൈതലാം യേശുവേ, ഉമ്മ വച്ചുണർത്തിയ ആറ്റിടയർ ഉന്നതരേ, നിങ്ങൾ തൻ ഹൃത്തിൽ യേശുനാഥൻ പിറന്നു. പൈതലാം യേശുവേ, ഉമ്മ വച്ചുണർത്തിയ ആറ്റിടയർ ഉന്നതരേ, നിങ്ങൾ തൻ ഹൃത്തിൽ യേശുനാഥൻ പിറന്നു. ലലലാ 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 ലലാ, ആഹാ ആഹാ ആഹാ. അപ്പോൾ സ്കൂളിൽ ക്രിസ്മസ് ആഘോഷമൊക്കെ തുടങ്ങിയോ? തുടങ്ങിയില്ല. ആഘോഷം ഉണ്ടോ സ്കൂളിൽ? ഉണ്ട്. അപ്പോൾ സ്കൂളിൽ എന്തൊക്കെ പരിപാടിക്ക് ചേരും ആഘോഷം വന്നു കഴിഞ്ഞാൽ? കൊയർ, അല്ലെങ്കിൽ ഡാൻസ്, അല്ലെങ്കിൽ എന്തെങ്കിലും തീം ഉണ്ടാവുമോ? തീം പ്രത്യേകിച്ചില്ല. ക്രിസ്മസ് തീം. അപ്പോൾ സ്കൂളിൽ ഇത്തവണ എന്താ ഉദ്ദേശിച്ചേക്കണേ? സ്കൂള് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഡാൻസിലാണ്. അപ്പോൾ മേ ബി ഡാൻസിലായിരിക്കും പോകുന്നുണ്ട്. ഓക്കെ. അപ്പോൾ എങ്ങനെയാ പാട്ടിലേക്ക് വന്ന വഴി എങ്ങനെയാ? അത് ആദ്യം അമ്മ എന്നെ ഒരു കോമ്പറ്റീഷന് കൊണ്ട് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കവിതയ്ക്ക് സമ്മാനം കിട്ടിയപ്പോൾ അങ്ങനെ എന്നാ പിന്നെ ഞാൻ ഇനി പഠിക്കളയെന്ന് വിചാരിച്ചു. അങ്ങനെ അമ്മ തന്ന പണിയിൽ ഞാൻ അങ്ങ് വിജയിച്ച് കാണിച്ചു അല്ലേ? ആരാ പഠിപ്പിക്കുന്നത്? നാട്ടില് ഒരു ടീച്ചറാണ്. ഓൺലൈനാണ്? ഓക്കെ. അപ്പോൾ അതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല? ഓൺലൈനായി പഠിക്കുമ്പോൾ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല? ഇല്ല. ഓക്കെ. അപ്പോൾ അടുത്തിനി ഏത് പാട്ടാണ്? അറിയുന്നില്ല. ഓക്കെ. പഴയ പാട്ടാണ്. അതെന്തുകൊണ്ടാണ് പഴയ പാട്ടിനോട് ഇഷ്ടം? നല്ലൊരു ട്യൂണുണ്ട്, പിന്നെ കുറച്ചും കൂടി ഡീറ്റെയിൽസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ എന്നാൽ ആ പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഓക്കെ. അപ്പോൾ അറിയുന്നില്ല. അറിയുന്നില്ല ഭവാൻ, അറിയുന്നില്ല അനുദിനമാത്മാവിൽ നടക്കുമേ അനുരാഗ പൂജ ഭവാൻ. അറിയുന്നില്ല, കേട്ടുമില്ല ഭവാൻ, കേട്ടുമില്ല അരികത്തു വന്നപ്പോഴും ഹൃദയ ശ്രീകോവിലിലെ ആരാധനയുടെ മണിക്കിലുക്കം. അറിയുന്നില്ല ഭവാൻ, അറിയുന്നില്ല
പൂജ അറിയുന്നില്ല ഭവാൻ അറിയുന്നില്ല അനുദിനമാത്മാവിൽ നടക്കുമേ അനുരാഗ പൂജ ഭവാൻ അറിയുന്നില്ല. പഴയ പാട്ടാണ് കൂടുതൽ ചേരുന്നതെന്ന് പറഞ്ഞിട്ടില്ല. ഇതാരാ പാടിയതെന്നൊക്കെ അറിയോ? സുശീലമ്മ. ഓക്കെ. പഴയ സാധാരണഗതിയിൽ ഇങ്ങനെ പ്രോഗ്രാമൊക്കെ പോകുമ്പോൾ പഴയ പാട്ടാണ് കൂടുതൽ സെലക്ട് ചെയ്യാറുള്ളത്? ആണ്. അതിനോടാണ് കൂടുതൽ താല്പര്യവും? അതെ. അടിപൊളി പാട്ടൊന്നും പാടാറില്ല? പാടാറുണ്ട്, പക്ഷെ മെജോറിറ്റി പാടാൻ പഴയ പാട്ടുകളാണ്. അതിൽ തന്നെയാണ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകാനും ഇഷ്ടം? ഓക്കെ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായിക ആരാ? ചിത്രമ്മ. ഗായകൻ ആരാ? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ യേശുദാസ്. ഓക്കെ. അപ്പോൾ അച്ഛനും അമ്മയും സാധാരണഗതിയിൽ കൂടെ ഇരിക്കാറുണ്ടോ? പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് കൂടെ ഇരിക്കാറുണ്ടോ? ചിലപ്പോൾ. ഭയങ്കര പ്രശ്നമാണോ? അത്രയില്ല. എന്നെ പഠിക്കാൻ നിർബന്ധിക്കാറൊക്കെ ഉണ്ടോ? ഇല്ല. ക്ലാസ്സിലൊക്കെ എങ്ങനെയാ? പഠിക്കാനൊക്കെ എങ്ങനെയാ? നന്നായിട്ട് പോകുന്നു. ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ 9ാം ക്ലാസ് 10ാം ക്ലാസ് അത് കഴിഞ്ഞാൽ പിന്നെ വേറെ ലെവൽ. 2 വർഷം കൂടി കഴിഞ്ഞാൽ വേറെ ലെവലാണ്. ഇനി വെക്കേഷനൊക്കെ ആവുന്നില്ലേ? അപ്പോൾ ഇനി എന്താ പരിപാടി? ഇനി നാട്ടിൽ പോവും. എന്നാ നാട്ടിൽ പോണേ? നാട്ടില് ഞങ്ങള് ജാനുവരിയാ പോകുന്നത്. പാലക്കാടല്ലേ? ഇപ്പൊ രഥോത്സവമൊക്കെ ടി വിയിലായിരിക്കുമല്ലോ കണ്ടതല്ലേ? അതൊക്കെ മിസ്സായല്ലോ. നാട്ടിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടോ? ഒരുപാടുണ്ട്. നാട്ടിൽ അപ്പോൾ തുടക്കം മുതൽ ഇവിടെയാണോ പഠിച്ചത്? ഇവിടെയാണ്. അപ്പോൾ നാട്ടിലെ ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ കുറച്ച് തവണ കാണുന്ന ആൾക്കാരായിരിക്കും അല്ലേ? അവിടുത്തെ VIP ആണ്. അപ്പോൾ ഇനി ഏത് പാട്ടാണ് നമ്മൾ പാടുന്നത്? അങ്ങുവാനക്കോണില് ഹാഫ് മാത്രം. ഓക്കെ, കരോക്കെ ഇല്ലാതെ അങ്ങുവാനക്കോണിൽ. അങ്ങുവാനക്കോണില് മിന്നി നിന്നൊരമ്പിളി അമ്പിളിക്കലയ്ക്കുള്ളില് ചോര കൺമുയൽ ഇങ്ങു നീലത്തുരുത്തില് നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളില് ആമ കുഞ്ഞനോ ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് നെറ്റില ചെല്ലവുമായി താനെ വലിഞ്ഞു കേറി ദൂരത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ താരക്കൊളുത്തുള്ളൊരാ ചേലൊക്കം വെറ്റില ചെല്ലത്തിലോ ഭൂമിയ പാടെ മൂടും അത്രയും വെറ്റില ഇട്ടു വയ്ക്കാം കുഞ്ഞിളം വാവേ കഥ കേട്ട് മെല്ലെ മിഴി പൂട്ട് മാറിൻ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നേ തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര്. അമ്മ ഇങ്ങനെ പാട്ടുപാടി ഉറക്കാറുണ്ടോ അതോ ഓടിക്കാറാണോ പതിവ്? ഉറക്കാറില്ല. ഇല്ല. ഇരുന്ന് പഠിക്കടി എന്ന് പറയാറാണോ പതിവ്? അല്ല, അതും ഇല്ല. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടുകാരിക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഏത് പാട്ട് പാടും? അല്ലെങ്കിൽ കൂട്ടുകാരികൾ ഇപ്പോൾ മോളോട് ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടിത്തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പാടി കൊടുക്കുന്ന പാട്ട് ഏതായിരിക്കും? എന്നാ അതായാലോ?
കാവടിയും കണ്ടേ പഴയ പാട്ടാണ് 1989 പാട്ടുകളാണ്. ഇതൊക്കെ ഈ സിനിമയൊക്കെ ഒരുപാട് കാണാറുണ്ടോ? ഏറ്റവും ഇഷ്ടം എന്താ? സിനിമ കാണാൻ പോകുന്നതാണോ? സിനിമ കാണാൻ പോകാൻ അതെ കൊണ്ടുപോവോ? ഇത് വെറുതെ പറയുന്നതാണോ? അല്ല ശരിക്കും കൊണ്ടുപോകും. എല്ലാ പുതിയ സിനിമയും കാണും? ഓൾമോസ്റ്റ്. ഏതാ അവസാനം കണ്ടേ? അവസാനം ARM. ഓക്കെ. ഏറ്റവും ഇഷ്ടപ്പെട്ട നടനാരാ? അയ്യോ അങ്ങനെ ചോദിച്ചാ ടോവിനോ. ഞാൻ ചോദിച്ചു ദുൽഖർ സൽമാൻ എങ്ങാനും പറയാനും വരുന്നതായിരിക്കും. പേര് കിട്ടാത്തോണ്ട് ആലോചിക്കുകയാണെന്ന് വിചാരിച്ചു. നടി ആരാ? നടി മഞ്ജു വാര്യർ. പുതിയ ബാച്ചിൽ ആരും ഇഷ്ടമല്ല? അങ്ങനെയില്ല, ഇഷ്ടമാണ്. മഞ്ജു വാര്യരുടെ ഡാൻസ് ഒക്കെ കാണാറുണ്ടോ? അത് ഇതൊക്കെ എടുക്കാറുണ്ടോ? ടിക്ടോക്കിലും അങ്ങനെയൊക്കെ എടുക്കാറുണ്ടോ? റീൽസിലൊക്കെ എടുക്കാറുണ്ട്. ഏറ്റവും ഒടുവിൽ ചെയ്ത റീൽസ് ഏതാ? അങ്ങനെ മഞ്ജു വാര്യർ മനസ്സിലായോ? ഓക്കെ. അപ്പൊ അതൊക്കെ എല്ലാം അപ്ഡേറ്റഡ് ആണ്. ഇനി ഏത് പാട്ടാ? ഇനി കാതോട് കാതോരം. എല്ലാം പഴയതിൽ പിടിച്ചേക്കുവാ. വിഷു പക്ഷി പോലെ കാതോട് കാതോരം
അച്ഛനാണോ പാട്ടുകാരി ആവാൻ കൂടുതൽ താല്പര്യം? രണ്ടാൾക്കും താല്പര്യമാണ്. അപ്പോൾ ഡാൻസിനോട് രണ്ടാൾക്കും താല്പര്യമില്ലേ? എല്ലാത്തിലും ഉണ്ട്. ഓക്കെ. അപ്പോൾ കൂട്ടുകാർ ഏതാ പറയാ, പാട്ടാണോ ഡാൻസ് ആണോ, ഏതാണ് ഏറ്റവും കൂടുതൽ നന്ന എന്ന് കൂട്ടുകാർ പറയുക, അല്ലെങ്കിൽ വിമർശനം ഉന്നയിക്കുന്നത് ഏത് കാര്യത്തിലാണ്? പാട്ടിലാണ്. ടീച്ചർ എന്താ പരിപാടികളൊക്കെ പങ്കെടുക്കാൻ പോകാറുണ്ടോ? പൊതുപരിപാടികൾക്കൊക്കെ പോകാറുണ്ടോ? ഏതെങ്കിലും ട്രൂപ്പിന്റെ കൂടെയാണോ? അല്ലാതെ പോകാറുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാരെ കാണുമ്പോൾ സ്റ്റേജ് ഫ്രൈറ്റ് ഒക്കെ ഉണ്ടോ? അങ്ങനെ എന്തൊക്കെ ഉണ്ടോ? പണ്ടുണ്ടായിരുന്നു. പണ്ടെന്ന് വെച്ചാൽ ആകെ 8ാം ക്ലാസ്സിലായിട്ടേ ഉള്ളൂ. പണ്ട് ഉണ്ടായിരുന്നു അത്ര. ഇല്ല, കുഴപ്പമില്ല. അല്ല, എന്തായാലും അത് പാടില്ലല്ലോ, നമ്മൾ ഒത്തിരി പേരുടെ മുന്നിൽ പാടേണ്ടതല്ലേ. അപ്പോൾ ഈ സയൻസ് ആണ്, ഡോക്ടർ ആവണം അതൊക്കെ പറഞ്ഞു. ആ കൂടുതൽ തന്നെ പാട്ടും ഡാൻസും ഒക്കെ കൊണ്ടുപോകില്ല? അതോ വഴിയിൽ നിർത്തുമോ? കൊണ്ടുപോകും, കൂടെ കൊണ്ടുപോകും. അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ പാട്ടൊക്കെ പാട്ട് ഒരിക്കലും പഠിച്ചു കഴിയില്ല, എന്നാലും നമ്മളൊരു ഘട്ടം എത്തിക്കഴിഞ്ഞാൽ ആ പാട്ട് മറ്റാർക്കെങ്കിലും പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ തുടങ്ങാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ടോ? ഇപ്പോൾ വിദ്യ ടീച്ചറല്ലേ പഠിപ്പിക്കുന്നത്? സോറി, ദീപ ടീച്ചറാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അതുപോലെ ഭാവിയിൽ ശ്രീമയി ടീച്ചറാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നതെന്നൊക്കെ പറയുന്നത്, അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ടോ? ഞാൻ പറഞ്ഞുകൊണ്ട് അപ്പൊ അതൊരു ഉപകാരമായില്ലേ? അപ്പൊ ഡോക്ടർ ആയിക്കോട്ടെ, ഡോക്ടറിന്റെ കുറച്ച് സമയം എടുത്ത് കുട്ടികളെ പഠിപ്പിക്കാനൊക്കെ ഇരുന്നാല് എന്നെ പഠിപ്പിക്കുന്ന ആരാന്ന് നോക്കുമ്പോൾ ഡോക്ടർ ശ്രീമയി ടീച്ചറാന്നൊക്കെ പറയുമ്പോൾ ഒരു അഭിമാനമല്ലേ? ഓക്കെ. അപ്പോൾ ഇനി പാട്ടുണ്ടോ? ഒരു പാട്ട്. ഏത് പാട്ടാ? മഞ്ഞൾ പ്രസാദ്. പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി മുണ്ട് ചുറ്റി. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി മുണ്ട് ചുറ്റി. ഇന്നിൻ്റെ മുറ്റത്ത് പൊന്നോണപ്പൂവേ നീ വന്നു ചിരി തൂകി നിന്നു, വന്നു ചിരി തൂകി നിന്നു. ഓ, വന്നു ചിരി തൂകി നിന്നു. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി മുണ്ട് ചുറ്റി.
ലക്ഷ്യങ്ങളൊക്കെയും ഭാവിയിലും കൊണ്ടുപോകാനാകട്ടെ. താങ്ക് യു. ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ. Thank you. എല്ലാവിധ ആശംസകളും. അപ്പോൾ മറ്റൊരു അതിഥിയുമായി മറ്റു വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.